ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാനിന്ന് ബാംഗ്ലൂരുള്ള ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ജെയ്സൺ ആണ്. അപ്പൊ ജെയ്സന്റെ കോളേജ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഹലോ ജെയ്സൺ, അപ്പൊ എങ്ങനെയുണ്ട് കോളേജ് മൊത്തത്തില്? അടിപൊളിയാണ്. ക്യാമ്പസ് ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു. ഓക്കെ, ജെയ്സന്റെ സ്ഥലം എവിടെയാ? സ്ഥലം ഇടുക്കിയിലാണ്. ഇടുക്കിന്നാണ് അല്ലേ? അപ്പൊ ഈ കോളേജിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞേ? കോളേജ് ഞാൻ ഏജന്റ് വഴിയാണ് അറിഞ്ഞത്, അങ്ങനെ വന്ന്. ഓക്കെ, അഡ്മിഷൻ ഒക്കെ അവര് തന്നെയാണ് പക്കയായിട്ട് എടുത്തു തന്നു. പക്കയായിട്ട് എടുത്തു തന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലേ? ഫസ്റ്റ് ഇയർ. അപ്പൊ ഏതാ കോഴ്സ് ഏതാ എടുത്തേക്കുന്നത്? കോഴ്സ് ഞാൻ BSc OTIT ആണ് എടുത്തേക്കുന്നത്. OTIT. അപ്പം ഇവിടെ ഇപ്പൊ ലാബോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ ലാബ് എല്ലാ സൗകര്യമുണ്ട്, നല്ല ലാബുണ്ട്. തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഞങ്ങക്ക് തുടങ്ങി. അപ്പം നിങ്ങൾക്കിപ്പോ ഇന്റേൺഷിപ്പ് പരിപാടികളൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് 3 ഇയർ കോഴ്സ്, തിയറി, അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ആണ്. പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല? 100% പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഫാക്കൽറ്റീസ് ഫ്രണ്ട്ലി ആണ്, നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, നോട്ട് തരുന്നുണ്ട്. ഓക്കെയാണ്. ഫ്രണ്ട്സ് ഒക്കെ ആയോ? ഫ്രണ്ട്സ് ആയി. ഇവിടെ 80% അബവ് മലയാളീസ് തന്നെയാണ്. അപ്പൊ ഫ്രണ്ട്സ് ലാംഗ്വേജ് ഇഷ്യൂ ഒന്നും ഇല്ല. അപ്പം കോളേജിലെ ഫെസിലിറ്റീസ് മൊത്തത്തില് ഒന്ന് ഷെയർ ചെയ്യാമോ? ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. എല്ലാം ജിമ്മുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല ക്യാമ്പസ് ആണ്. ഇപ്പം നമ്മളിപ്പം 2025 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ആയിട്ട് പറയാൻ പറഞ്ഞാൽ? ഒന്നാമത്തെ കാര്യം റാഗിംഗ് ഫ്രീ ക്യാമ്പസ് ആണിത്. അത് തന്നെയാണല്ലോ മെയിൻ കാര്യം. ബാംഗ്ലൂർ വരുമ്പോൾ സീനിയേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവും ഫ്രണ്ട്ലി ആണ് അല്ലേ? അതെ. പിന്നെ ഫ്രീഡം ഉണ്ട്. മറ്റുള്ള കോളേജ് വെച്ച് നോക്കുമ്പോ ഇവിടെ ഒത്തിരി ഫ്രീഡം ഉണ്ട്. പല ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിക്കുമ്പോ, ഇവിടെ പഠിക്കണം, വേറെ കോളേജിൽ പഠിക്കണവർ ചോദിക്കുമ്പോ ഫ്രീഡം ഉണ്ട്. പുറത്തൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഫാക്കൽറ്റീസും ഇപ്പം എന്താണ് ഇപ്പൊ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ? ഒരു കുഴപ്പമില്ല. അവര് ചോദിച്ചു, മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട്, കന്നഡേഴ്സ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഫുഡൊക്കെ എങ്ങനെയാണ്? ഇടുക്കിന്നൊക്കെ വരുന്നതല്ലേ, അപ്പം അവിടുത്തെ ഫുഡും ഇവിടുത്തെ ഫുഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഫുഡ് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു മലയാളി ഷെഫ് ഉണ്ട്, അപ്പൊ ഫുഡ് അങ്ങനെ ഉണ്ടാക്കി തരും. കുഴപ്പമില്ല. എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു? നമ്മുടെ അവിടുത്തെ അത്രയും വരില്ലെങ്കിലും ഇവിടത്തെ വെച്ച് നോക്കുമ്പോ നല്ല ഫുഡാണ്. അപ്പൊ ഓക്കെ. പിന്നെ ഇപ്പൊ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ? ഹോസ്പിറ്റലുണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു മൾട്ടിനാഷണൽ ഇതുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അവിടെ എങ്ങനെയാണ്? പോയിട്ടുണ്ട്. പിന്നെ നല്ല എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ്. പേഷ്യന്റ് ഫ്ലോ ഒക്കെ? പേഷ്യൻസ് ഉണ്ട്, അത്യാവശ്യം പേഷ്യൻസ് ഉണ്ട്. ഇത് ഏത് യൂണിവേഴ്സിറ്റി? നമ്മള് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. സിലബസ് ഒക്കെ എങ്ങനെയാണ്? സിലബസ് കുഴപ്പമില്ല. നമ്മുടെ കോഴ്സിനനുസരിച്ചുള്ള ടഫ് ഉണ്ട്, എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. അതൊക്കെ ഫാക്കൽറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല ഫാക്കൽറ്റീസ് ഉള്ളുണ്ട്. ഓക്കെ, ഏത് മൊഡ്യൂൾ വൈസ് ഇപ്പൊ എങ്ങനെയാണ്? സെം ആയിട്ടല്ലേ നിങ്ങൾക്ക്? അല്ലല്ല, ഞങ്ങൾക്ക് ഇയർലി ആണ് പോകുന്നത്. അപ്പം എങ്ങനെയാണ് എക്സാം ഒക്കെ? എക്സാം ഒരു ഇയറിൽ 3 ഇന്റേണൽ എക്സാം ഉണ്ട്, അതിന് മെയിൻ എക്സാം. അപ്പൊ 3 ഇന്റേണൽ എക്സാം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും, പോർഷൻസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കൂടുതൽ? സബ്ജക്ട് നമുക്ക് ബയോകെമിസ്ട്രി ഉണ്ട്, പാത്തോളജി ഉണ്ട്. മെയിനായിട്ട് ഏതാ ഫേവറേറ്റ് സബ്ജക്ട് ആയിട്ട്? ബയോകെമിസ്ട്രി തന്നെയാണ്. ബയോകെമിസ്ട്രി ആണല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇപ്പൊ നമ്മള് ഓവറോൾ ഈ കോളേജിനെ കുറിച്ചൊന്ന് എന്താണ് എക്സ്പീരിയൻസ് എന്ന് ഷെയർ ചെയ്യാം? കോളേജിനെ പറ്റി പറയാൻ, ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല കോളേജാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തത്. മെഡിക്കൽ പ്രൊഫഷൻസ് നോക്കുമ്പോൾ രാജീവ് ഗാന്ധിയാണ് ബെസ്റ്റ്. നല്ല ക്യാമ്പസ് ആണ്. ബാംഗ്ലൂരൊക്കെ വന്നിട്ട് അപ്പം ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എൻജോയ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പം ഇതാണ് ജെയ്സന്റെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള കോഴ്സുകൾ ഏതെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ, ഹർഷയിലുള്ള കോഴ്സുകൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും EBS എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യാം.